15 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അന്ന് ടെർബൈൻ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. കിലോമീറ്റർ എത്രയായി? 3,80,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു നെക്സോൺ കിട്ടാൻ പോകുന്നത്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് വിത്ത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. 22 VXI. ഓക്കെ, മാനുവൽ അല്ലേ? VXI മാനുവൽ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. വണ്ടീൻ്റെ കളർ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ പെട്ടെന്ന് മാറേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 800 cc വണ്ടിയാണ്, 2017 മോഡൽ ഡാറ്റ്സൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും സയാന ഓട്ടോ ഹബ് ഇരിട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂരാണ് ലൊക്കേഷൻ, കണ്ണൂർ ഇരിട്ടി. ഓക്കെ, ഫാസിൽ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. അറിയാലോ, ബഡ്ജറ്റ് റേറ്റ് വാഹനങ്ങൾ ലഭിക്കുന്നൊരു സ്ഥലമാണ്. മിഡിൽ സെഗ്മെന്റ് വാഹനങ്ങളാണ് കൂടുതലുണ്ടാകുക അല്ലേ? ഇന്നത്തെ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും. നല്ല വണ്ടികൾ വിലപ്പാകത്തിൽ വിലപ്പാകത്ത് തന്നെ കൊടുക്കാം. ഓക്കെ, അതിൽ തന്നെ ലോണ് ഫുൾ ലോണ് കിട്ടുന്നതൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ട്രാക്കോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കാം എന്തായാലും. ഓക്കെ, എത്ര ബഡ്ജറ്റ് വരെയുള്ള കാറുകൾ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്? നമ്മൾ നിലവിൽ 5 ലക്ഷം വരെയല്ലേ? 5 ലക്ഷം വരെയല്ലേ ഇന്ന് കാണിക്കുന്നത്? ഓക്കെ, അപ്പോൾ ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികളാണ്. ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും വിട്ടുപോകരുത്. അതേപോലെ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ എന്ന് മുതലാണ് നമ്മൾ സയാന ഓട്ടോ ഹബ്ബ് വീഡിയോ ചെയ്ത് തുടങ്ങിയത് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം, ഓരോന്ന് പറഞ്ഞിട്ട് കാണാം. റെഡിഗോയിൽ തുടങ്ങാം. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ റെഡിഗോ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓട്ടോ എത്ര പോയി? 60,000 നോർമൽ ഓട്ടോ. ഓക്കെ, ഏതാ ഓപ്ഷൻ ടിയാ? അതെ, ഇത് പവർ വിൻഡ് വരാത്തതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്കി വേറെ വർക്കൊന്നുമില്ലല്ലോ? മെക്കാനിക്കൽ വർക്ക് ഒന്നുമില്ലല്ലോ? പുതിയ ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്കിൽ ഏകദേശം 80% മോഡലുണ്ട്. ടയർ ഭാഗം ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് മാറേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 800 cc വണ്ടിയാണ്, 2017 മോഡൽ ഡാറ്റ്സൺ. നിസാൻ്റെ സർവീസ് സെൻറ്റർ തന്നെയാണ് ഡാറ്റ്സൻ്റെ സർവീസ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, വേറൊന്നുമല്ല. അവിടെ തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ? ഓക്കെ, ഹിസ്റ്ററി ഒക്കെ പ്രോപ്പറാണോ? ഓക്കെ, എത്രയാ ചോദ്യം? എത്രയാ ഇത്? 1.40 ഫൈനല്. ഓക്കെ, 1,40,000 രൂപയ്ക്ക് 2017 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? ഈ ഒരു ഡാറ്റ്സൺ റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടൂലേ? ഇത് ചെറിയ എമൗണ്ടാണ്, ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഫുൾ ലോൺ തന്നെ. പക്ഷേ അതിലും നിങ്ങളെ സിവിൽ റെക്കോർഡ് ഓക്കെ ആയിരിക്കണം, ട്രാക്ക് ഓക്കെ ആയിരിക്കണം. ചെറിയ എമൗണ്ടാന്ന് പറഞ്ഞ കാര്യമില്ല, ട്രാക്ക് ഓക്കെ ആണെങ്കിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ട ബ്രിയോ KL 13 കണ്ണൂർ വണ്ടിയാണ്. ബ്രിയോ പലരും നോക്കി നടക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണോ മാനുവൽ അല്ല? ഏതാ മോഡൽ? 2015 മോഡൽ. 15 മാനുവൽ ഓപ്ഷൻ S. മിഡിൽ ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. ഇതിലിപ്പോൾ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പുതിയ ടയർസാണ്. ആ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. 1.2 ലിറ്റർ ഐവിടെക് എഞ്ചിൻ, അതായത് മൈലേജ് ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ എത്രയും? 1,10,000 ഓടിയിട്ടുണ്ട്. ഓട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഹോണ്ടയുടെ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. ടൊയോട്ട പോലെ തന്നെ വലിയ പണിയൊന്നും വരില്ല. കറക്റ്റ് 10,000 സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നും ഇല്ല. ഇപ്പം നിലവിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടോ വണ്ടിയിൽ? നിലവിലെല്ലാം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലേ? എത്രയാ ഇപ്പോൾ ചോദ്യം? എത്രയാ? ഇത് 2.40. 2,40,000 രൂപയ്ക്ക് 2015 മാനുവൽ S ഓപ്ഷൻ ഹോണ്ട ബ്രിയോ അഡീഷണൽ അലോയ്സ് ചെയ്തേക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 2 ലക്ഷം വരെ കിട്ടും? ഇല്ലല്ല, ഫുള്ളും കിട്ടും. ചാൻസ് ഉണ്ടല്ലോ. അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. ബലേനോന്റെ സെക്കൻഡ് ഷേപ്പ് KL 13 കണ്ണൂർ വണ്ടി തന്നെ. ഏതാ മോഡൽ? ഇത് 2019 ബലേനോ സീറ്റ ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ, അതായത് ആൽഫയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഫീച്ചേഴ്സ് വൈസ്. ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ആവും. പിന്നെ ഇന്റേണലി സ്ക്രീനിൽ വരുന്ന മാറ്റേ ഉള്ളൂ. ബാക്കി അലോയ്സ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്ര ഓണർഷിപ്പ് ഇതിപ്പോൾ? സിംഗിൾ ഓണർ 2019 സീറ്റയാണ്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, പൊതുവെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13-16 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. മാരുതി വണ്ടിയല്ലേ, വേറെ പഠിക്കാന്നല്ലേ.
ഓക്കെ, നിലവിൽ മെക്കാനിക്കൽ വർക്കോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. എത്ര ചോദ്യം എത്രയുണ്ട്? ഇത് 5,25. 5,25,000 രൂപയ്ക്ക് 2019 സീറ്റ ഓപ്ഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ഇത് 5-10 വരെ ലോൺ. ഓ, അത്രയും കയറും. ഒരു 15,000 രൂപ കണ്ടാൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടി ഇതാ ഒരു സ്വിഫ്റ്റ് ഡിസയർ. ഇതും കണ്ണൂർ വണ്ടി തന്നെയാണ്, എല്ലാം കണ്ണൂർ തന്നെയാണല്ലോ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2015 മോഡൽ സിംഗിൾ ഓണർ VXI ഓപ്ഷൻ വരും. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ എടുക്കുക. 15 മോഡലിൽ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. 4 ടയർസ് അടിപൊളിയാണ്, പുതിയ ടയർസ് ആണ് അല്ലേ? ഇന്റീരിയർ വൈസും എല്ലാം കൊണ്ടും നീറ്റാണ് വണ്ടി. വേറെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം നിലവിൽ ബോണറ്റും ഗ്ലാസും മാറിയതാണ്. ബോണറ്റും ഗ്ലാസും അല്ല? ഓക്കെ, രണ്ട് ടൈമിൽ മാറിയതാ അല്ലേ? ഇത് രണ്ട് സമയത്ത് മാറിയത്. വേറെ അടി അങ്ങനത്തെ വലിയ മേജർ ആയിട്ടുള്ള ഇതോ കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ മാറിയിട്ടുണ്ടോ? ബമ്പർ ഉണ്ടാവും. ബോണറ്റ് മാറുമ്പോൾ ഉള്ളിലേക്ക് അല്ല, ഉള്ളിലെ അപ്രോണ് കാര്യങ്ങൾ അങ്ങനത്തെ ക്രോസ് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ബമ്പറും ബോണറ്റും മാറിയിട്ടുണ്ട്. ഗ്ലാസ് വേറെ സമയത്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട്. ഉള്ളിലേക്ക് ചെക്ക് ചെയ്യാൻ എന്തായാലും ചെക്ക് ചെയ്യാം. ക്രോസ് നമ്പറിൽ എത്തില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 13-16 റേഞ്ച് ഇതിന് മൈലേജ് ഉണ്ടാവും. ബലേനെ കൊണ്ടുപോകുന്ന പോലെ തന്നെ. എത്ര ഓട്ടോ? എത്ര? 80,000. 80,000. 15 മോഡൽ VXI 80,000 സിംഗിൾ ഓണർഷിപ്പ് ഡിസയർ ആണ്. എത്ര കൊടുക്കുക? ഇത് 3,85. 3,85,000 രൂപയ്ക്ക് 2015 സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു ഡിസയർ പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകും VXI. അടുത്ത വണ്ടിയിലേക്ക്. ഇനി ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് വേണോ? സ്വിഫ്റ്റിൻ്റെ പുതിയ ഷേപ്പിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ് ഓട്ടോമാറ്റിക്. MT KL 78 ഇവിടെ തന്നെയാണ്, ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 സിംഗിൾ ഓണർ വണ്ടി. 20 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, ഏതാ? VXI ഓട്ടോമാറ്റിക്കാ? VXI മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ടയർ ഭാഗം ഫ്രണ്ടിൽ പുതിയതുണ്ട്, പുറകെ ആവറേജ് ഉണ്ട്, തേഞ്ഞിട്ടുണ്ട് ഏകദേശം. ഓക്കെ, മാറാനായിട്ടുണ്ട്. ഓട്ടോ എത്ര പോയി പറഞ്ഞ? 110. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 1,10,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി മൈലേജ് ഉണ്ടാവേ 18-19 ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്രയുണ്ട്? ഇത് 4,65. 4,65,000 രൂപയ്ക്ക് 2020 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആരെങ്കിലും നോക്കി നടക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വന്നെടുക്കാം അല്ലേ? ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓൺ കിട്ടും. പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ടോ? അതെ, കമ്പനി സർവീസ്, ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ അല്ല? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. 3,80,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു നെക്സോൺ കിട്ടാൻ പോകുന്നത്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് വിത്ത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. ഇവരും കണ്ണൂർ ജില്ലക്കാരൻ തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 നെക്സോൺ XM. സെക്കൻഡ് ഓപ്ഷൻ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓട്ടോ എത്ര പോയി? 1.5 ലക്ഷം. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഓട്ടം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുള്ള് കമ്പനി സർവീസാണ്. ഫുള്ള് ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ ഓണർ തന്നെ കിടക്കുന്ന വാഹനം. പ്രോപ്പർ ഹിസ്റ്ററി പോയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. ഒരു 11-14 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ക്ലെയിം ഒന്നുമില്ല, നീറ്റ് വണ്ടി തന്നെ അല്ലേ? ഓക്കെ, ഓട്ടം പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു വിലയിലേക്ക് എത്തിച്ചത് അല്ലേ? എത്ര ലോൺ കിട്ടും നമുക്ക്? മാക്സിമം ഫുൾ ഓൺ ചെയ്തേക്കാം. ഫുൾ ഓൺ തന്നെ കയറും. ഓക്കെ, 17 പറഞ്ഞേ? 17 മോഡൽ. നെക്സോൺ ഇറങ്ങിയാൽ കൊല്ലല്ലേ അല്ലേ? 17. അതെ, 17. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. പിന്നെ ഓട്ടം പോയിട്ടുണ്ട്, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ പോയാലും ഒരു എഞ്ചിൻ കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം. 3 ലക്ഷം ഒക്കെ കൂളായിട്ട് ഓടും. ഇത് ഫുള്ള് കമ്പനി സർവീസ് പക്കയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് 7 സീറ്റർ പ്ലസ് ഒരു SUV സെഗ്മെന്റ് ആണ്. XUV 500 KL 49 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 XUV W8 അല്ലേ? 15 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അന്ന് ടെർബോയും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. കിലോമീറ്റർ എത്രയായി? 110. 1,10,000. വലിയ ഓട്ടം പോയിട്ടില്ല. നേരത്തെ കണ്ട വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീരെ ഓട്ടം പോയിട്ടില്ല അല്ലേ? 15 വണ്ടി, ഇത്രയും വലിയ വണ്ടിയാണ്. ഓട്ടം കുറവാണ്. 110. കേരള വണ്ടിയാണ് അല്ലേ? ഒറിജിനൽ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. കോമ്പാക്ട് SUV. ഒരു 10-12 ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. എത്രയായിട്ട് ഇപ്പോൾ ചോദിക്കുന്നത്? ഫ്രണ്ട് നല്ല ടയർസാണ് അല്ലേ? പുതിയ ടയർസാണ്. 5,80,000 രൂപയ്ക്ക് 2015 W8 ഫുൾ ഓപ്ഷൻ XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ കേരള വണ്ടി. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? 1.10 ഓടിയത് കേട്ടോ. വേറെ ക്ലെയിം ഒന്നുമില്ല. ലോൺ എങ്ങനെ? ഫുൾ ലോൺ കിട്ടും.
ഓക്കെ, അപ്പോൾ ഒരു XUV ഉണ്ട് ഇവിടെ. താല്പര്യമുള്ളവരുടെ എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റ് ആണ്, ഇതും കണ്ണൂർ വണ്ടി തന്നെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2014 VXI മോഡൽ. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി, 14 ഓട്ടം 120 കമ്പനി സർവീസ് സിംഗിൾ ഓണർ. ഈ കമ്പനി സർവീസ് പറയുമ്പോൾ പ്രോപ്പറാണ്, പീരിയോഡിക് പോയിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് അല്ല, ചില ആൾക്കാർ കമ്പനി സർവീസ് എന്ന് പറയുമ്പോൾ 10 കഴിഞ്ഞിട്ട് ചിലപ്പോൾ 50 ചെയ്തിട്ടുണ്ടോ, ചിലപ്പോൾ 70 ചെയ്തിട്ടുണ്ടോ. അങ്ങനെ മിസ്സിംഗ് ഒന്നുമല്ലല്ലോ, പീരിയോഡിക്കലി കറക്റ്റ് പോയിട്ടുണ്ട്. 1/10/2014 VXI സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് അധികം ഇവിടെ സിംഗിൾ സെക്കൻഡ് തന്നെയാണ്. 1 തേർഡ് വന്നല്ലേ XUV. ഓക്കെ. ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡോർ ഉണ്ട്, ഡോർ മാത്രമേ കമ്പനി തന്നെ. ഏതാ ഡോർ? ഈ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടാ? ഫ്രണ്ട് ഡോർ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടില്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടില്ല, ഡോറ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 1/10 VXI 2014 നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 3,25,000. 3,25,000 അല്ലേ? ഓക്കെ. മാറ്റം എന്തെങ്കിലും ഉണ്ടോ അതോ ഫൈനലാണോ? ഏകദേശം നമുക്ക് ചെറിയ തീരുമാനം ചെയ്ത് കൊടുക്കാം. ലോണും ഫുള്ള് കാര്യമുള്ളൂ? മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം അല്ല? ഓക്കെ. ഫുള്ള് ചാൻസ് ഇല്ല. ഓക്കെ. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഇതൊരു 2014 മോഡൽ VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി, മാനുവൽ ഡിസയർ ആണ്. 2014 മോഡൽ. ഇത് നിങ്ങൾക്ക് 2.5 ലക്ഷത്തിന് തരാം. ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. 2.5 ലക്ഷത്തിനാണ് കിട്ടാൻ പോകുന്നത്. ഡ്രോബാക്ക് മെയിനായിട്ട് എന്താ ഉള്ളത്? ഫോർത്ത് ഓണർഷിപ്പിൽ ആണ് വണ്ടി ഉള്ളത്. ഓക്കെ. അപ്പോൾ ഒരു വാഹനം ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? പല ടൈപ്പ് ആളുകളുണ്ടാവും കസ്റ്റമേഴ്സ്. എൻ്റെ അടുത്ത് തന്നെ വീഡിയോയിൽ കമൻറ്റ് വരാറുണ്ട്, നിങ്ങൾ തന്നെ ഈ ഓണർഷിപ്പ് കൂടിയത് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. പല ടൈപ്പ് ആളുകളുണ്ടാവില്ല, നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം വണ്ടികൾ. അപ്പോൾ അതാണ് അവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ, അതായത് ഇപ്പോൾ ഈ ഒരു വാഹനം ശരിക്ക് ഫോർത്ത് ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് മാറി. അപ്പോൾ അത്രയും വില കൊടുത്തെടുക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. 2.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഫോർത്ത് ഓണർഷിപ്പ് കിടക്കുന്ന ഈ ഒരു ഡിസയർ കൊണ്ടുപോകാം. ക്ലെയിം എങ്ങനെ? ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫോർത്ത് ഓണർ ഫിഫ്ത്തിലേക്ക് പോയാലും ഫുൾ ലോൺ കിട്ടും. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 2.5 ലക്ഷത്തിനാണ് ഈ വണ്ടി കിട്ടുന്നത്. 2014 മോഡൽ VXI ഡിസയർ. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഒരു i20 KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷനാണ്, കണ്ണൂർ ജില്ല തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 സ്പോർട്സ് ഡീസലാണ്. 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. സ്പോർട്സ് പറയുമ്പോൾ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ്, എല്ലാ സംഭവം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അന്ന് തന്നെ വരുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സ്, അലോയ്സും ഉണ്ട്. ഓക്കെ. ടയർ ഭാഗം പിന്നെ കുറവാണ്. വേറെ മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് മാത്രം, വേറെ ഒന്നും മാറിയിട്ടില്ല. സെക്കൻഡ് ഓണർ. അപ്പോൾ ഒരു മൈലേജ് ഉള്ള ഡീസൽ വണ്ടി തപ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു വാഹനമാണ്. ബാക്കി ഇന്ത്യൻ വോയിസ് ഒക്കെ ഒന്നും ചെയ്യാനല്ലേ? ഓക്കെ. ഈ ബോണറ്റ് മാത്രമാണ് മാറിയത്. ഓക്കെ. എത്ര ഓട്ടോ? എത്ര? 1,20,000. ഉറപ്പിക്കാവോ? കമ്പനി സർവീസ് ഇല്ല, എന്നാലും ഏകദേശം ഒരു അവസ്ഥ വെച്ചിട്ട് എന്താ നീറ്റ് തന്നെ. ഓക്കെ. 1,20,000 കാണിക്കുന്നതാണ്, ഉറപ്പിക്കുന്നില്ല. എത്രയാ ചോദ്യം? എത്രയാ? ഇത് 2,15,000. 2,15,000 രൂപയ്ക്ക് 2013 ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ അലോയ്സ് അടക്കം വരുന്ന ഈ ഒരു i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വരിക, ഓടിച്ചു നോക്കുക, അങ്ങനത്തെ വരെയാ. ഓടിച്ചു നോക്കുക, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുക. ഒന്നുമില്ല. ലോൺ ചാൻസ് ഉണ്ട് ഇതിൽ ഫുൾ ലോൺ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. ഫുൾ ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആൾട്ടോ 800 KL 13 തന്നെ. എല്ലാം കണ്ണൂർ വണ്ടിയാണ് അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 LXI ആണ്. ഓക്കെ. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 80,000 ഓടിക്കുന്ന വാഹനമാണ്. 13 LXI. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ്. ക്ലെയിമും കാര്യമൊന്നുമില്ല? ഒരു ക്ലെയിമുമില്ല. നല്ലൊരു നീറ്റ് വണ്ടിയാണ്. 13 മോഡൽ LXI. എത്ര ചോദ്യം ഇപ്പോൾ? 1,60,000 രൂപയ്ക്ക് 13 മോഡൽ LXI സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. 80,000 കിലോമീറ്റർ ഓടിയ, ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു 800. അപ്പോൾ തപ്പി നടക്കുന്നവരുണ്ട്, വന്നോ. ഇതിന്റെ എങ്ങനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോളിഷ്? അല്ല, പൊടി ഓക്കെ, റോഡിന്റെ സൈഡാണ്. ക്ലീൻ ആയിട്ട് പോളിഷ് ചെയ്തിട്ട് സൂപ്പറാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അല്ല, പൊടി ഹൈവേ സൈഡാണ്. ഞാൻ എന്നാലും ഉറപ്പ് വരുത്തിയതാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ഈ കാണുന്ന കണ്ടീഷനിലല്ല, മൊത്തം ക്ലീൻ ചെയ്ത് പൊടി ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല പോളിഷ് ആയിട്ടേ തരുള്ളൂ വണ്ടി. അപ്പോൾ 1,60,000 ലോൺ ഫുള്ള് വരും? ഇല്ല, നമുക്ക് 10 രൂപ ഡൗൺ വേണ്ടി വരും. 20,000 കണ്ട് ഇറക്കും. നല്ലൊരു റെഡ് സ്വിഫ്റ്റ്. ഇതാ കൂടുതലും മാരുതി വണ്ടി തന്നെയായിരുന്നു അല്ലേ? ഇത് KL 86 പയ്യന്നൂർ രജിസ്ട്രേഷൻ ആണ്, കണ്ണൂക്കാരൻ തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. 22 VXI. ഓക്കെ. മാനുവൽ അല്ല? മാനുവൽ. VXI മാനുവൽ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം.
വണ്ടീൻ്റെ കളർ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു കളർ തപ്പി നോക്കുന്നവരുണ്ടെങ്കിൽ, തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ഓട്ടം എത്രയാ? 37,000. 37,000 22 അല്ലേ? നോർമൽ ഓട്ടം തന്നെ, നോർമൽ ഓട്ടം പോയത്. എത്രയുണ്ട് ചോദ്യം? എത്ര ഇപ്പോൾ? 5,85. 5,85,000 2022 VXI 37,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു റെഡ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാനോ നോക്കിയിട്ട്. ലോൺ എത്ര വരെ കിട്ടാൻ ചാൻസ്? മാക്സിമം ലോണേ ഒരു 5-5.25 വരെ കിട്ടും. അല്ല, ഒരു 5.5 തന്നെ ചെയ്ത് കൊടുക്കുക. 5.5 കിട്ടും. ഓക്കെ, മാക്സിമം കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടി ഇന്നത്തെ അവസാനത്തെ വാഹനം ബലാനോ തന്നെയാണ്. KL 7 രജിസ്ട്രേഷൻ. ഇന്നത്തെ നമ്മളെ രണ്ടാമത്തെ ബലാനോ അല്ലേ ഇന്നത്തെ? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 ഡെൽറ്റ. സെക്കൻഡ് ഓപ്ഷനാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ അലോയ്സ് വരില്ല. അലോയ് വരില്ല. ഓക്കെ, 21 മോഡൽ. കിലോമീറ്റർ എത്ര ഓടി? 1,00,000 കിലോമീറ്റർ. വളരെ കൂടിയിട്ടുണ്ട്. ഓട്ടം പോയിട്ടില്ല അധികം വണ്ടികളും. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ കിടക്കുന്ന ഒരു ബലാനോ ആണ്. ഒരു 12-16 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് 5,30. 5,30,000 21 മോഡൽ ഡെൽറ്റയാണ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, 5,30 കൊണ്ടുപോകാം. ലോണ് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ തന്നെ കയറാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് നിർത്താണ്. സാനയിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമാണ് കമൻസിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്ന് മുതലാണ് നമ്മൾ സാന ചെയ്യാൻ തുടങ്ങിയെന്ന് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ജസ്റ്റ് അത് ആ വർഷം മാത്രം ഒന്ന് മെൻഷൻ ചെയ്യുക. 5 വർഷം 6 വർഷം എത്രയാണ് വെച്ചാൽ വർഷം മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇവർ നിങ്ങളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി എല്ലാം ഒരുക്കി തരും അല്ലേ? ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നു. താങ്ക് യു.